ഈ ലോകകപ്പിൽ ഒരു ഗോൾ പോലും വഴങ്ങാത്ത പ്രതിരോധ നിരയാണ് സ്പെയിൻ്റെ കരുത്തിലെ ഈ പ്രകടനം സുവർണ തലമുറയെ അനുസ്മരിപ്പിക്കുന്നതാണ് സ്പാനിഷ് അർമാഡകൾ. ശത്രുക്കളുടെ ഏത് വജ്രായുധത്തെയും നിഷ്പ്രഭമാക്കുന്ന സ്പെയിന്റെ പ്രതിരോധ മതിൽ. ഒന്നിനു പുറകെ ഓരോന്നായി ടീമുകൾ അണിനിരന്നിട്ടും ആ മതിലിനൊരു പോറൽ പോലും ഏറ്റില്ല. 2022 ലോകകപ്പിൽ ജപ്പാനെതിരെയാണ് അവസാനമായി സ്പാനിഷ് വലയിൽ പന്ത് കയറിയത്. അന്ന് മൊറോക്കോയ്ക്കെതിരെയും പിന്നീട് ലോകകപ്പിൽ 5 മത്സരങ്ങളിലും സ്പാനിഷ് കോട്ട ഭദ്രം. ഗോൾ കീപ്പർ ചോയ്സുകളായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിലെ കാവലാൾ ഡേവിഡ് റായിയും ബാഴ്സയുടെ യുവാൻ ഗാർഷിയും ഉണ്ടായിരുന്നു. സീസണിൽ അത്ലറ്റിക് ബിൽബാവയ്ക്കൊപ്പം ലാലിഗിൽ 12ാം സ്ഥാനത്ത് മാത്രം ഫിനിഷ് ചെയ്യാനേ ഉനായ് സിമോണ് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നിട്ടും സിമോണെ തിരഞ്ഞെടുത്ത തീരുമാനം കേട്ടപ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. എന്നാൽ തന്നെ സംശയിച്ച എല്ലാവരുടെയും വായടപ്പിക്കുന്ന പ്രകടനമാണ് 29-കാരൻ പുറത്തെടുത്തത്. ലോകകപ്പ് ചരിത്രത്തിൽ ഗോൾ കീപ്പറുടെ ഏറ്റവും നീണ്ട ക്ലീൻ ഷീറ്റ് റെക്കോർഡാണ് ഉനായ് സിമോൺ തന്റെ പേരിൽ കുറിച്ചത്. ഖത്തർ ലോകകപ്പിൽ ഉൾപ്പെടെ തുടർച്ചയായി 609 മിനിറ്റുകളാണ് ഒരു ഗോൾ പോലും വഴങ്ങാതെ സ്പാനിഷ് വല സിമോൺ കാത്തത്. അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി ഐമറിക് ലപ്പോട്ടയും ചോരത്തിളപ്പോടെ 19-കാരൻ കുബാർസിയും. സ്പാനിഷ് ബോക്സിൽ എതിർ സ്ട്രൈക്കർമാർക്ക് ശ്വാസം വിടാൻ പോലും അവസരം നൽകാത്ത സെന്റർ ബാക്കുകൾ. ഇവർക്കിരുവശത്തും വിങ്ങുകളിലൂടെ ഇരച്ചുകയറുന്ന കുക്കുറേയും പെഡ്രോ പോറയും പ്രതിരോധത്തിന്റെ കരുത്തു കൂട്ടുന്നു. പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോഡ്രി. സ്പാനിഷ് കോട്ട ഭേദിക്കുക എതിരാളികൾക്ക് ഹെർക്കൂലിയൻ ടാസ്ക്. 2010 കിരീടം നേടാൻ കരുത്തായത് കാർലോസ് പുയോളും പിക്വയും റാമോസും ഉൾപ്പെട്ട പ്രതിരോധ നിരയായിരുന്നു. അന്ന് ടൂർണമെന്റിൽ ആകെ വഴങ്ങിയത് വെറും 2 ഗോൾ മാത്രം. ഗോൾ കീപ്പർ ഇക്കർ കസിയസിന് ഗോൾഡൻ ഗ്ലൗ. സ്പാനിഷ് പ്രതിരോധ നിരയുടെ പ്രകടനം വിഖ്യാത പരിശീലകൻ സർ അലക്സ് ഫെർഗൂസന്റെ വാക്കുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അറ്റാക്ക് വിൻസ് യു ഗെയിംസ്, ഡിഫൻസ് വിൻസ് യു ടൈറ്റിൽസ്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.